ദീർഘകാല വൈദ്യുതി കരാറുകൾ പുനഃസ്ഥാപിച്ചെങ്കിലും വൈദ്യുതി നൽകാൻ വിസമ്മതിച്ച് കമ്പനികൾ. 465 മെഗാവാട്ട് വൈദ്യുതിയാണ് KSEBക്ക് ലഭിക്കേണ്ടത്. എന്നാൽ കുടിശ്ശിക തുക ലഭിക്കാത്തതും വിതരണ കമ്പനികൾ മറ്റ് ബോർഡുകളുമായി കരാറുകളിൽ ഏർപ്പെട്ടതുമാണ് തടസ്സം. ഇതോടെ ചെറിയ തുകയ്ക്ക് വൈദ്യുതി വാങ്ങി ഉയർന്ന തുകയ്ക്ക് വിറ്റ് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനുള്ള ബോർഡിന്റെ ശ്രമങ്ങൾ പാളിയിരിക്കുകയാണ്. റിപ്പോർട്ട്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലായിരുന്നു കേന്ദ്ര മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായിട്ടും 465 മെഗാവാട്ടിന്റെ 4 ദീർഘകാല കരാറുകൾ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ പുനഃസ്ഥാപിച്ചത്. 25 വർഷത്തേക്കാണ് കരാറുകൾ. ഉത്തരവ് നടപ്പാക്കി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാനായിരുന്നു വിതരണ കമ്പനികളടക്കം കക്ഷിയായ കേസിൽ റെഗുലേറ്ററി കമ്മീഷൻ നിർദ്ദേശിച്ചത്. എന്നാൽ ഉത്തരവിറങ്ങി 2 ആഴ്ച കഴിഞ്ഞിട്ടും 3 കമ്പനികളും വൈദ്യുതി നൽകാൻ സന്നദ്ധമായിട്ടില്ല. KSEB 2 തവണ കത്തയച്ചിട്ടും കമ്പനികളുടെ പ്രതികരണം അനുകൂലമല്ല. കുടിശ്ശിക തുകയായ 100 കോടിയോളം രൂപ നൽകാതെ തുടർന്ന് വൈദ്യുതി നൽകാനാകില്ലെന്ന നിലപാടിലാണ് ജിൻഡാൽ തെർമൽ പവർ. ഇവരുമായി വരും ദിവസങ്ങളിൽ ചർച്ച നടത്തും. ജാബുവ, ജിൻഡാൽ ഇന്ത്യ എന്നീ മറ്റ് 2 കമ്പനികൾ വേറെ കരാറുകളിൽ ഏർപ്പെട്ടതാണ് വൈദ്യുതി നൽകാൻ തടസ്സമായി പറയുന്നത്. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ പല സംസ്ഥാനങ്ങളും ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങുന്നതും കമ്പനികളെ പിറകോട്ട് വലിപ്പിക്കുന്നു. പഞ്ചാബിൽ നിന്ന് സ്വാപ്പ് വ്യവസ്ഥയിൽ വൈദ്യുതി ലഭിക്കുന്നതിനാൽ തൽക്കാലം വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകില്ല. എന്നാൽ ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വിൽക്കാനുള്ള KSEBയുടെ സാധ്യത കമ്പനികളുടെ നിലപാട് മൂലം പൂർണ്ണമായും അടയുകയാണ്. മഴ വരുന്നതോടെ വൈദ്യുതിക്ക് ഡിമാൻഡ് കുറയും. അതിനാൽ ജൂൺ വരെ കമ്പനികൾ ഈ സമീപനം തുടരാനാണ് സാധ്യത. എന്നാൽ വൈദ്യുതി നൽകാൻ വൈകിയാൽ അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിക്കേണ്ടി വരുമെന്നാണ് KSEB വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.